പ്ലസ് ടു ജോഗ്രഫി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് വീഡിയോ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ വളരെ വിശദമായി തന്നെ ഓരോ മാപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ പരിശോധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ചാൻസ് ഉണ്ടാവുന്നില്ല. കാരണം വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇനി മാപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 4 മാർക്ക് സുഖമായി നിങ്ങൾക്ക് നേടാനും സാധിക്കും. സോ 1 ബൈ 1 ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാപ്പ് ഔട്ട്ലൈൻ മാപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. സോ ആദ്യം ഞാൻ പരിശോധിക്കുന്നത് 2022 ഫെബ്രുവരിയിൽ നടന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അന്ന് ഏകദേശം 6ഓളം ക്വസ്റ്റ്യൻസ് അന്ന് മാപ്പിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 1 ബൈ 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ഏൻഷ്യന്റ് ഇന്ത്യൻ ടൗൺ ലൊക്കേറ്റഡ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന പട്ടണം അടയാളപ്പെടുത്താനായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. സോ ആൻസർ അലഹബാദും വരുന്നുണ്ട്, വാരണാസിയും വരുന്നുണ്ട്. രണ്ടും അതിന്റെ ആൻസർ ആണ്. വാരണാസി പഴയ പേര് ബനാറസ്, അലഹബാദ് പ്രയാഗ് എന്നറിയപ്പെട്ടിരുന്നു. പുതിയ പേര് പ്രയാഗ്രാജ് എന്നാണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. വാരണാസി എന്ന് പറയുമ്പോൾ ഇതാണ് UP സ്റ്റേറ്റ്, ഉത്തർപ്രദേശ്. ഇത് ബീഹാർ വരുന്നുണ്ട്. ബീഹാറിനും UPക്കും ഒരു അതിർത്തിയോട് ചേർന്നാണ് വാരണാസി വരുന്നത്. വാരണാസി നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. വാരണാസി. അലഹബാദും കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയാണ്, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. അലഹബാദ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. രണ്ടും അതിന്റെ ഉത്തരമാണ്. അലഹബാദ് അല്ലെങ്കിൽ വാരണാസി ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വാരണാസിയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലാർജസ്റ്റ് അർബൻ അഗ്ലോമറേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗര സംയോജനം മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ്. ഈ ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ഭാഗത്തോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ബിയുടെ ഉത്തരം മുംബൈ ആണ്. മുംബൈ. ഓക്കെ, ലാർജസ്റ്റ് അർബൻ അഗ്ലോമറേഷൻ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം എന്നതാണ്. അപ്പോൾ അർബൻ അഗ്ലോമറേഷൻസ്, നഗര സംയോജനം മുംബൈ. സി എ ലാൻഡ് ലോക്ഡ് പോർട്ട് ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കരയാൽ ചുറ്റപ്പെട്ട തുറമുഖം ഏത് എന്നതാണ്. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട തുറമുഖവും വിശാഖപട്ടണമാണ്. അപ്പോൾ അത് തന്നെയാണ് ഉത്തരം. സി എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. ഓക്കെ, വിസാഖ് എന്നും അറിയപ്പെടും. വിസാഖ് എന്നും അറിയപ്പെടുന്നുണ്ട്. വിശാഖപട്ടണം എന്ന് എഴുതാം. സോ ആന്ധ്രാപ്രദേശിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തുറമുഖമാണ്, ലാൻഡ് ലോക്ഡ് ആണ്, കരയാൽ ചുറ്റപ്പെട്ട തുറമുഖമാണ് എന്നും കൂടി ഓർത്തിരിക്കുക. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആൻ ഇന്റഗ്രേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ സെറ്റപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടു കൂടി തുടങ്ങിയ ഒരു ഇരുമ്പുരുക്ക് ശാല, ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏത് എന്നതായിരുന്നു ഡി 4മത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. ആൻസർ റൂർക്കേലയാണ്. ഒഡീഷയ്ക്കും ജാർഖണ്ഡിനും ബോർഡറായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരും റൂർക്കേല. മാപ്പ് ഞാനിവിടെ ഇന്ത്യൻ സ്റ്റീൽ പ്ലാന്റ്സിന്റെ മാപ്പ് ഉണ്ട്. മാപ്പ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൂർക്കേല എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒഡീഷ സ്റ്റേറ്റ്. അപ്പോൾ ഒഡീഷയ്ക്ക് മുകളിൽ ജാർഖണ്ഡ് കാണാൻ സാധിക്കും. ജാർഖണ്ഡിനും ഒരു ബോർഡറായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് കാണാൻ സാധിക്കും. ഇനി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി 2 അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ്, ഇന്റഗ്രേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഭിലായ് ആണ്. ഭിലായ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഛത്തീസ്ഗഡ് ആണ്, സ്റ്റേറ്റ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിനും ഒക്കെ ഒരു ബോർഡറായിട്ട് വരും ഭിലായ് എന്ന് പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. അതുപോലെ തന്നെ ബൊക്കാരോ വരുന്നുണ്ട്. ബൊക്കാരോ ഇവിടെ ബീഹാറിലാണ്. ബീഹാറിന്റെ ഒരു ബോർഡറായിട്ട് വരും. ജാർഖണ്ഡിനെ ബോർഡറായിട്ട് വരുന്ന ഇവിടാണ് ബൊക്കാരോ. ബൊക്കാരോവും ഭിലായും രണ്ടും USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി തുടങ്ങിയ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. റൂർക്കേല ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ദുർഗാപൂർ UKയുടെ സഹായത്തോടു കൂടി തുടങ്ങിയത് ദുർഗാപൂർ ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ഒഡീഷയിലുള്ള റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടി USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി തുടങ്ങിയതാണ് ബൊക്കാരോയും അതുപോലെ തന്നെ ഭിലായും. ദുർഗാപൂർ UK യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി തുടങ്ങിയതാണ് ദുർഗാപൂർ. അപ്പോൾ ഇത്രയും അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സിന്റെ ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇവിടെ ആയിട്ട് വരും നമ്മുടെ ഡിയുടെ ഉത്തരം റൂർക്കേല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏത് എന്നതാണ്. നമ്മൾ നേരത്തെ മുംബൈ മാർക്ക് ചെയ്തു. മുംബൈയോട് തന്നെ താഴെ ചേർത്ത് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഉത്തരം എന്ന് പറയുന്നത് 5മത്തെ ഉത്തരം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു, JNP എന്നിട്ടാൽ മതി. ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ആണ്. നേരത്തെ ഇപ്പോൾ പുതിയ പേര് നവശേവ എന്നും അറിയപ്പെടുന്നുണ്ട്. നവശേവ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നും മാർക്ക് ചെയ്യാം. നവശേവ.
ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്, മറന്നുപോയത്. ഇനി ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ട് എന്നത് ചോദിച്ചാൽ മുംബൈ പോർട്ടാണ് ഉത്തരം. ഓക്കെ, ഇവിടെ ഇതിന്റെ ഉത്തരം ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെങ്കിൽ നവശേവയാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ട് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ മുംബൈ പോർട്ടാണ്. കണ്ടെയ്നർ പോർട്ടാണ് നവശേവ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട്. തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് മുംബൈയുടെ തൊട്ട് താഴെ തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 2022 മോഡലിൽ ചോദിച്ചത് ദ ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാവിംഗ് ലാർജസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ജൂട്ട്. ജൂട്ട് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. അതുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും, ബംഗ്ലാദേശിനോട് ചേർന്ന് കാണുന്നതാണ് വെസ്റ്റ് ബംഗാൾ. സോ വെസ്റ്റ് ബംഗാൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. അന്നത്തെ 6ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത് വെസ്റ്റ് ബംഗാൾ, അതായത് ലാർജസ്റ്റ് ജൂട്ട് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആണ്. ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ്, ഇന്ത്യയുടെ കിഴക്കോട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നതാണ്. അപ്പോൾ ജൂട്ട് ചണം എന്ന് കേൾക്കുമ്പോഴേ വെസ്റ്റ് ബംഗാൾ മനസ്സിലോട്ട് ആലോചിക്കുക. ഓക്കെ, സോ ഇത്രയുമായിരുന്നു 2022 മോഡലിൽ ചോദിച്ച മാപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇവിടെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് മാപ്പ് ഉണ്ട്, കാണാൻ സാധിക്കും. ഭിലായ്, റൂർക്കേല, ബൊക്കാരോ, ജംഷഡ്പൂർ ജാർഖണ്ഡ് ആണ്, ദുർഗാപൂർ, അതുപോലെ തന്നെ ഭദ്രാവതി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭദ്രാവതി എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആണ്, മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ഭദ്രാവതി കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഇമ്പോർട്ടൻറ്റ് സേലമാണ്. വിശാഖപട്ടണം അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്, നമ്മൾ നേരത്തെ പോർട്ട് മാർക്ക് ചെയ്തിരുന്നു. ഇത്രയുമാണ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് 2022 ബോർഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നും ഏകദേശം 6ഓളം ചോദ്യങ്ങൾ അന്ന് ചോദിച്ചിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ ഗോവ. ഗോവയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തുറമുഖം ഏത്? ഇതാണ് ഗോവ സ്റ്റേറ്റ്, കാണാൻ സാധിക്കും. മഹാരാഷ്ട്രയും കർണാടകയും ഇടയിലായിട്ട് ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട്, ഇതാണ് ഗോവ. ഗോവയിലെ ആ ഒരു പോർട്ട് കടലിനോട് ചേർത്ത് മാർക്ക് ചെയ്താൽ മതി. ഉത്തരം എന്ന് പറയുന്നത് മർമ്മ ഗോവയാണ്. ഓക്കെ, മർമ്മ ഗോവയാണ് പോർട്ട് ഇൻ ഗോവ, ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. അടുത്ത ചോദ്യം, ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത് എന്നതാണ്. ജാർഖണ്ഡിലെ ഝാറിയാണ്. ഓക്കെ, ഇതാണ് ജാർഖണ്ഡ്, ഝാറിയാണ് ഉത്തരം. ജാർഖണ്ഡിലും എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി, ഒരു ഭാഗത്തായിട്ട് വരും. ബിയുടെ ഉത്തരം ഝാറിയ. ഓർക്കാൻ എളുപ്പമാണ്, ഝാറിയ ജാർഖണ്ഡ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇതാണ് ജാർഖണ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ബീഹാറിനും ഒഡീഷയ്ക്കും മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ജാർഖണ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ജാർഖണ്ഡിൽ ഝാറിയ മാർക്ക് ചെയ്യുക. ഇത് ഛത്തീസ്ഗഡ്, ഇത് ഒഡീഷ, മറന്നു പോരുത്. ഇത് വെസ്റ്റ് ബംഗാൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ദ ഇൻഡസ്ട്രിയൽ റീജിയൻ വെയർ മേജർ കോൺസെൻട്രേഷൻ ഓഫ് ജൂട്ട് മിൽസ് ആർ ഫൗണ്ട്. വീണ്ടും ജൂട്ട് വന്നു. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ജൂട്ട് അല്ലെങ്കിൽ ചണം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലോട്ട് ഓർമ്മ വരേണ്ട സംസ്ഥാനം, സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. സോ സി, വീണ്ടും വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ജൂട്ട് എന്ന് കേൾക്കുമ്പോഴേ വെസ്റ്റ് ബംഗാൾ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റി ഇൻ ഇന്ത്യ വിച്ച് ഈസ് കണക്റ്റഡ് ബൈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇപ്പോൾ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഒരു റോഡ് റൂട്ടാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയാണ്. അതായത് ഈ കാണുന്നതാണ് ന്യൂഡൽഹി. നിങ്ങൾക്ക് സ്റ്റേറ്റ് മാപ്പ് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതായി ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഡിയുടെ ഉത്തരം ക്യാപിറ്റലാണ്, ഇന്ത്യൻ ക്യാപിറ്റലായ ന്യൂഡൽഹി ആണ് നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റി ഓഫ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. നിങ്ങൾക്ക് ഇപ്പം സ്റ്റേറ്റ് ഇല്ലാത്ത മാപ്പാണ്, സ്റ്റേറ്റ് ഉള്ള മാപ്പ് തന്നെ ആയിരിക്കും. സ്റ്റേറ്റ് ഇല്ലാത്ത മാപ്പാണ് എങ്കിൽ തരുന്നെങ്കിൽ പോലും ഈ ഒരു നേപ്പാളിൻ്റെ ഈ ഒരു എഡ്ജ് വരുന്നതിൻ്റെ ഇവിടെ ഇങ്ങോട്ടായിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് മാറ്റി ഇവിടെ മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ന്യൂഡൽഹി മാർക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് ഉള്ളതാണെങ്കിൽ കറക്റ്റായിട്ട് കാണാം. ഹരിയാനയ്ക്കും യു പിക്കും ഇടയിലായിട്ട് കാണുന്ന ഒരു ചെറിയ പോർഷനാണ് ന്യൂഡൽഹി, അവിടെ മാർക്ക് ചെയ്യുക. ഇനി 5ാമത്തെ ചോദ്യമായിട്ട് അന്ന് ചോദിച്ചത്, അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇനിഷ്യലി നോൺ ആസ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്. മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഇരുമ്പുരുക്ക് ശാല ഏത് എന്നതായിരുന്നു. മൈസൂർ ഇപ്പോൾ കർണാടകയാണ്. കർണാടകയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഭദ്രാവതി. ഓക്കെ, ഇതാണ് ഭദ്രാവതി അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആണ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ കർണാടകയിൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും ഭദ്രാവതി ആണ്. അപ്പോൾ ആൻസർ ഭദ്രാവതി എന്ന് എഴുതേണ്ട, നിങ്ങൾ എഴുതേണ്ടത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്നാണ്. ഓക്കെ, ഈയുടെ ഉത്തരം എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ. അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്ന് എഴുതുക. ഭദ്രാവതി എന്ന് എഴുതിയാലും മതി, ഭദ്രാവതിയാണ് ആ സ്ഥലം, അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, സോ വിശ്വേശ്വരയ്യ അല്ലെങ്കിൽ ഭദ്രാവതി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഭദ്രാവതി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം ആ സ്ഥലം ഭദ്രാവതിയാണ്, ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആണ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമായി എന്ന് ചോദിച്ചത്, പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാനദി ഡെൽറ്റ. ഇപ്പോഴും ഒക്കെ റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. മഹാനദി ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഇപ്പോൾ ഒഡീഷയിലാണ് മഹാനദി
ഒഴുകുന്നത്, മഹാനദി വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാം. ആൻസർ പാരദ്വീപാണ്. അന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് പാരദ്വീപാണ്. പാരദ്വീപ് പോർട്ടാണ് അപ്പോൾ ആൻസർ വരുന്നത്. ഓക്കെ, ഇത്രയുമായിരുന്നു 2022 ബോർഡ് എക്സാമിൽ ചോദിച്ചത്. ഇനി നമുക്ക് 2023 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇമ്പോർട്ടൻറ്റ് ലിഗ്നൈറ്റ് മൈൻ ഇൻ തമിഴ്നാട്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ വർഷം റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ലിഗ്നൈറ്റ് മൈൻ ഇൻ തമിഴ്നാട്. ലിഗ്നൈറ്റ് കോളിൻ്റെ ഒരു വകഭേദമാണ്. നെയ്വേലിയാണ് ഏകദേശം ഈ ഒരു ചെന്നൈയോട് ചേർത്ത് മുകളിലായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 23 മോഡലിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് കോൾഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് നെയ്വേലിയാണ്. ഓക്കെ, നെയ്വേലി, ആൻസർ നെയ്വേലിയാണ്. ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് കോളിൻ്റെ ഒരു ലോ ഗ്രേഡ് കോളാണ് ലിഗ്നൈറ്റ്. സോ നെയ്വേലിയാണ് ആൻസർ, തമിഴ്നാട്ടിൽ മാർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫീൽഡ് ബേസ്ഡ് ഓയിൽ റിഫൈനറി ഇൻ അസം. ഫീൽഡ് ബേസ്ഡ് ആണ്, അപ്പോൾ കരയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ റിഫൈനറിയാണ് ചോദിക്കുന്നത്. ഇതാണ് അസം സ്റ്റേറ്റ്, ഇത് കാണാൻ സാധിക്കും, ഇതാണ് അസം. അസമിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക, ആൻസർ ഡിഗ്ബോയ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഡിഗ്ബോയ് ആണ്. ഓക്കെ, ഇതാണ് അസം സ്റ്റേറ്റ്, അസം. സോ അസമിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക ഡിഗ്ബോയ്. ഓക്കെ, ബി ആയിട്ട് ഉത്തരം വന്നത് ഡിഗ്ബോയ് ആണ്. ഡിഗ്ബോയ്. ഓക്കെ, DIGBOI ആണ് ഡിഗ്ബോയ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് പോർട്ട് ഓഫ് കൺട്രി. ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടെയ്നർ പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെങ്കിൽ നവശേവയാണെങ്കിൽ, ബിഗ്ഗസ്റ്റ് പോർട്ട് എന്ന് ചോദിക്കുകയാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, മുംബൈ പോർട്ടാണ്. മുംബൈ പോർട്ടാണ് ആൻസർ. സി എന്ന് പറയുന്നത് മുംബൈ ആണ്. കണ്ടെയ്നർ പോർട്ട് നവശേവ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് തൊട്ട് താഴെയായിട്ട് വരും. മുംബൈ മഹാരാഷ്ട്രയുടെ ഈ ഒരു തീരപ്രദേശത്തോട് ചേർത്ത് മാർക്ക് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മോഡൽ 2023 ചോദിച്ചത് സദേൺ മോസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും സദേൺ മോസ്റ്റ് എയർപോർട്ട് ഏത് എന്നതാണ്. തിരുവനന്തപുരമാണ് ആൻസർ. ഓക്കെ, നമുക്ക് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. ഡി. ട്രിവാൻഡ്രം എന്നോ തിരുവനന്തപുരം എന്നോ എഴുതാം. ട്രിവാൻഡ്രം. ഓക്കെ, കേരളത്തിന്റെ തലസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആൻസർ. ഓക്കെ, ഇനി 2023 ബോർഡ് എക്സാമിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് നോക്കാം. വീണ്ടും എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ സദേൺ മോസ്റ്റ് അല്ല, നോർത്തേൺ മോസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെല്ലാം ഉള്ളത് പഞ്ചാബിലെ രാജാ സൻസി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇതാണ് പഞ്ചാബ് സ്റ്റേറ്റ്. പഞ്ചാബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. രാജാ സൻസി, അമൃത്സറിലുള്ള രാജാ സൻസി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അമൃത്സർ എന്നും എഴുതാം, അല്ലെങ്കിൽ രാജാ സൻസി എന്നും എഴുതാം. രാജാ സൻസി ഇന്റർനാഷണൽ എയർപോർട്ട് അമൃത്സറിലാണ്. ഓക്കെ, അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന രാജാ സൻസി ആണ്. ടെക്സ്റ്റിലുള്ളത് കേട്ടോ, NCERT ടെക്സ്റ്റ് ബേസ്ഡ് രാജാ സൻസിയാണ്. ആക്ച്വലി നമ്മുടെ കാശ്മീരിന് മുകളിലായിട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. പക്ഷേ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ രാജാ സൻസിയാണ് മാർക്ക് ചെയ്തിട്ടുള്ള ഏക നോർത്തേൺ സൈഡിലുള്ളത്. അതുകൊണ്ടാണ് രാജാ സൻസി മാർക്ക് ചെയ്തത്. രാജാ സൻസിയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്, വീണ്ടും ചോദ്യം കണ്ടെയ്നർ പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ആൻസർ ഏതാണ്? മുംബൈയുടെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക നവശേവ പോർട്ടാണ്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ നവശേവ എന്ന് എഴുതാം. നവശേവ പോർട്ട് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് എഴുതാം. അടുത്തത് ഓയിൽ റിഫൈനറി ഇൻ കേരള. ഒരു പോർട്ടാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ്. കൊച്ചിയാണ് ആൻസർ. ഏകദേശം സെൻട്രലായിട്ട് വരും, കേരളത്തിന്റെ സെൻട്രലായിട്ട് മാർക്ക് ചെയ്യുക. ഓയിൽ റിഫൈനറിയും കൂടിയാണ്, കൊച്ചിയാണ് ആൻസർ. കൊച്ചി എന്ന് എഴുതുക കേട്ടോ, കൊച്ചിയാണ് ആൻസർ. അടുത്തത് ഓയിൽ ഫീൽഡ് ഓഫ് കോസ്റ്റ് മുംബൈ. വീണ്ടും ചോദിച്ചിരിക്കുന്നു ഓഫ് കോസ്റ്റ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷമൊക്കെ റിപ്പീറ്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓഫ് കോസ്റ്റ് മുംബൈ എന്ന് പറയുമ്പോൾ കടലിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബോംബെ ഹൈ അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്നത് മുംബൈ ഹൈ എന്നാണ്. അപ്പോൾ മുംബൈയുടെ കുറച്ച് ഇവിടെ കടലിലായിട്ട് മാർക്ക് ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. മുംബൈ ഹൈ ആണ്. ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കടലിലായിരുന്നു മാർക്ക് ചെയ്യേണ്ടത്, മുംബൈ ഹൈ. ഓക്കെ, കടലിലായിട്ട് മാർക്ക് ചെയ്യുക, കരയിൽ മാർക്ക് ചെയ്യരുത്. കടലിലാണ്, മുംബൈ ഹൈ ആയിരുന്നു അന്നത്തെ ഉത്തരം. സോ ഇനി നമുക്ക് 2023 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം ചോദിച്ച ചോദ്യം, ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ബോക്സൈറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഓറാണ്, അയിരാണ്. അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ്. ഒരു സംശയം വേണ്ട, ഒഡീഷയാണ്. അപ്പോൾ ഇതാണ് ഒഡീഷ. അപ്പോൾ ഒഡീഷയിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ട് എന്ന് എഴുതുക, എന്നിട്ട് ലേബൽ ചെയ്യുക ഒഡീഷ. ഓക്കെ, ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ലാർജസ്റ്റ് ലിഗ്നൈറ്റ് ഫീൽഡ്. വീണ്ടും ചോദിക്കുന്നു
റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിഗ്നൈറ്റ് ഫീൽഡ് ഇൻ സൗത്ത് ഇന്ത്യ, ഒരു സംശയം വേണ്ട. നെയ്വേലി കണ്ടോ, മാപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് വരാറുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്വേലി തമിഴ്നാട്ടിൽ മാർക്ക് ചെയ്യുക, നെയ്വേലി ലിഗ്നൈറ്റ് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ഇൻ വിച്ച് നീരു മീരു പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു, പക്ഷേ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നീരു മീരു പ്രോഗ്രാം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം, ഒരു സംശയം വേണ്ട, ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ തെലങ്കാനയെ കാണാം, ആന്ധ്രാപ്രദേശും കാണാം. അപ്പോൾ ഇതാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് മാർക്ക് ചെയ്യുക. ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ, സി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, സോ നീരു മീരു ആദ്യമായി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. അടുത്തത് വീണ്ടും തന്നെ റിപ്പീറ്റ് ചോദിച്ചിരിക്കുന്നു. ബിഗ്ഗസ്റ്റ് പോർട്ട് ഓഫ് ദ കൺട്രി, സംശയം വേണ്ട, മുംബൈ പോർട്ടാണ്. ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ജവഹർലാൽ നെഹ്റു പോർട്ടാണ്, പക്ഷേ ബിഗ്ഗസ്റ്റ് പോർട്ട് മുംബൈ പോർട്ടാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ഡി എന്ന് പറയുന്നത് മുംബൈ ആണ് ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് നവശേവ ആണ്, കുറച്ചുകൂടി താഴെയായിട്ട് മാർക്ക് ചെയ്യുക. ലാർജസ്റ്റ് പോർട്ട് മുംബൈ ആണ്. ഓക്കെ, ഇനി ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുന്നു. ലിഗ്നൈറ്റ് ഫീൽഡ് ഏതാണ്? നെയ്വേലി ആണ്, നെയ്വേലി തമിഴ്നാടു. ഓക്കെ, അടുത്ത ചോദ്യം, പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാനദി, വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാരദീപ് ഒഡീഷ, ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക. പാരദീപ് പോർട്ട്, പാരദീപ് പോർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് 2/3 ഓഫ് കോഫി ഇൻ ദി കൺട്രി. അപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ, ഇതുവരെ നമ്മൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. കോഫി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നതാണ്. കർണാടകയാണ് ആൻസർ. കർണാടകയിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ലേബൽ ചെയ്യാം. കർണാടക കോഫി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ ജൂട്ട് ചോദിച്ചിരുന്നു, ഇപ്പം മറ്റൊരു ക്രോപ്പ് ചോദിച്ചിരിക്കുകയാണ്. കോഫി ചോദിച്ചിട്ടുണ്ട്, കർണാടകയാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ഷോർ പെട്രോളിയം മൈൻ ലൊക്കേറ്റഡ് എലോങ് മഹാരാഷ്ട്ര കോസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് ഫർണിഷ് ചെയ്ത് പുതുതായിട്ടൊന്ന് രീതിയിൽ ചോദിച്ചേക്കുകയാണ്. പക്ഷേ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഓഫ് ഷോറിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോളിയം മൈൻ ഏത് എന്നാണ്. അപ്പോൾ കടലിൽ മാർക്ക് ചെയ്യുക. ഏതാണ്? മുംബൈ ഹൈ ആണ് ആൻസർ. മുംബൈ ഹൈ. ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. ഇത്രയുമാണ് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. ഞാൻ 2022 തൊട്ടുള്ളതേ എടുത്തിട്ടുള്ളൂ. 22-ലെ ബോർഡ്, മോഡൽ, 23-ലെ 3 എക്സാമുകൾ, മോഡൽ, ബോർഡ്, ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ ഈ കഴിഞ്ഞ 2024-ലെ മോഡൽ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഇനി നമുക്ക് ഏതൊക്കെ ചോദിക്കും, നമ്മൾ ആദ്യമേ കണ്ടു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ റൂർക്കേല 2022 ചോദിച്ചതായിരുന്നു. ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർക്കേല, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ജംഷഡ്പൂർ ചോദിക്കാറുണ്ട്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ജംഷഡ്പൂർ, ജാർഖണ്ഡ് ആണ്. അപ്പോൾ ജാർഖണ്ഡ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ജാറി ഏറ്റവും വലിയ കോൾ ഫീൽഡ്, അതും ജാർഖണ്ഡിലാണ്. പിന്നെ ബൊക്കാരോ, അത് ബീഹാറിലാണ്. ബീഹാർ എന്ന് ഓർത്തിരിക്കുക. പക്ഷെ ബിലായ് വരുന്നുണ്ട്. ബിലായ് ഛത്തീസ്ഗഡിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ബിലായ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭദ്രാവതി നേരത്തെ മാർക്ക് ചെയ്തിരുന്നു. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് അല്ലെങ്കിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എന്നറിയപ്പെട്ടിരുന്ന ഭദ്രാവതി ഇവിടെ കാണാൻ സാധിക്കും. വിശാഖപട്ടണം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ്. ഇനി ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ തുടങ്ങിയ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ ആണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇനി മറ്റൊരു മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടാണ്. ജാറിയ ചോദിച്ചിരുന്നു. അപ്പോൾ ജാറിയ കോൾഫീൽഡ് കണ്ട ജാർഖണ്ഡിൽ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ജാർഖണ്ഡിൻ്റെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ബോർഡർ ആയിട്ടൊക്കെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾഫീൽഡ്. നെയ്വേലി ഇതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലിഗ്നൈറ്റ് ഫീൽഡ്, നെയ്വേലി തമിഴ്നാട് കണ്ടോ. നെയ്വേലി തമിഴ്നാട് നമ്മൾ മുമ്പ് മാർക്ക് ചെയ്തതാണ്. അത് മുംബൈ ഹൈ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പെട്രോളിയം ഫീൽഡാണ്. ഇതാണ്ട് മുംബൈ ഹൈ കടലിലോട്ട് ചേർത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഗ്ബോയ് ഇതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഡിഗ്ബോയ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിഗ്ബോയ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അസമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പെട്രോളിയം ഫീൽഡാണ് ഡിഗ്ബോയ്. ഇനി പോർട്ടുകൾ മുൻ വർഷങ്ങളിലൊക്കെ പല പോർട്ടുകൾ, അതായത് കണ്ടെയ്നർ പോർട്ട്, ലാർജസ്റ്റ് പോർട്ട് എന്ന രീതിയിൽ ചോദിച്ചിരുന്നു. അതുപോലെ ലാൻഡ് ലോക്ക്ഡ് പോർട്ട് വിശാഖപട്ടണം. അതുപോലെ മഹാനദി ഡെൽറ്റയുടെ തീരത്തുള്ളത് പാരദീപ്. തമിഴ്നാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡസ്റ്റ് പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾഡസ്റ്റ് പോർട്ട് കഴിഞ്ഞ സെക്കൻഡ് ടേമിലൊക്കെ ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ ചെന്നൈ പോർട്ടാണ് കേട്ടോ, ഓൾഡസ്റ്റ് പോർട്ട്. അതുപോലെ തന്നെ സൗത്ത് ഏറ്റവും സദേണായിട്ട് വരുന്ന പോർട്ട് ടൂട്ടിക്കോറിൻ വരുന്നുണ്ട്. അതുപോലെ ഇന്നോർ പോർട്ടും വരുന്നുണ്ട്. ഇന്നോർ പോർട്ടും വരുന്നുണ്ട്. പിന്നെ കൊച്ചി പോർട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്. അതുപോലെ തന്നെ ഒരു പെട്രോളിയം റിഫൈനറിയും കൂടിയാണ്, ഓയിൽ റിഫൈനറിയും കൂടിയാണ്. പിന്നെ കർണാടകയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് മാംഗ്ലൂർ ആണ്, ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഗോവയിലെ പോർട്ട് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഗോവ സ്റ്റേറ്റ് വരുന്നുണ്ട്. ഗോവയിലെ ഇമ്പോർട്ടൻ്റ് മർമ്മ ഗോവ.
പിന്നെ JNPT വരുന്നുണ്ട്, അതായത് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ നവശേവ പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ് JNPT. പിന്നെ മുംബൈ ലാർജസ്റ്റ് പോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് മുംബൈ ആണ്. ഇനി ടൈഡൽ പോർട്ട് എന്നറിയപ്പെടുന്ന അതായത് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൈഡൽ പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കാൻല പോർട്ടാണ്. എന്താണ് പ്രത്യേകത? എന്താണ്? ടൈഡൽ പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാൻല പോർട്ട് ഒരു ടൈഡൽ പോർട്ടാണ്. അപ്പോൾ ഓരോ പോർട്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. മുംബൈ പോർട്ട് ലാർജസ്റ്റ് പോർട്ട്, JNPT അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് അല്ലെങ്കിൽ നവശേവ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. മർമഗോവ ഗോവയിൽ ഇമ്പോർട്ടൻറ്റ് പോർട്ട്, കർണാടകയിൽ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ന്യൂ മാംഗ്ലൂർ പോർട്ട്, കേരളത്തിലെ ഇമ്പോർട്ടൻറ്റ് പോർട്ട് കൊച്ചി പോർട്ട്, അതൊരു ഓയിൽ റിഫൈനറിയുമാണ്. ട്യൂറ്റിക്കോറിൻ പോർട്ട് ഉണ്ട്, സദൺ മോസ്റ്റ് പോർട്ട് ആണ്. പിന്നീട് ഇന്നോർ പോർട്ടും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ ചെന്നൈ ഉണ്ട്, ഓൾഡസ്റ്റ് പോർട്ടാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡ് ലോക്ക്ഡ് പോർട്ടാണ്. ഇനി മഹാനദി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് പാരദീപ്. വെസ്റ്റ് ബംഗാളിലെ ലാൻഡ് ലോക്ക്ഡ് പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ കൽക്കട്ടയാണ് ആൻസർ. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് മാപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മിനറൽസ്, കോപ്പർ ബോക്സൈറ്റിൻ്റെയാണ്. ബോക്സൈറ്റ് ഒരു വട്ടം ചോദിച്ചതാണ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഒഡീഷയാണ് ആൻസർ കേട്ടോ. ഇവിടെയാണ് സിംഗ്ഭം ഡിസ്ട്രിക്റ്റ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സിംഗ്ഭം ജാർഖണ്ഡാണ്. ഇവിടെ ഒഡീഷ സ്റ്റേറ്റ്, ഇതാണ് ഒഡീഷ വരുന്നത്. ഒഡീഷ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ K3 കോപ്പറിൻ്റെ ഒക്കെ രാജസ്ഥാനാണ്. ഉദയ്പൂർ K3 ഒക്കെ രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് ടീയും കോഫിയും നമ്മൾ കണ്ടതാണ്. കോഫി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസമാണ്. ഓക്കെ, അസം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അസം. പിന്നെ ഇവിടെ ഏതാണ്ട് ഇത്രയും ഭാഗത്ത് ഡാർജിലിംഗ് വരുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൻ്റെ പാർട്ടാണ് ഡാർജിലിംഗ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസമാണ്. കർണാടക ഫോളോഡ് ബൈ കേരള. കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. പിന്നെ കേരളയും തമിഴ്നാടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസം, കോഫി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടക. ഇനി മൈക്ക, ബോക്സൈറ്റ്, മാഗ്നീസ്, ഇതെല്ലാം മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഓരോ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതിനി സ്റ്റേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റിലുണ്ട്, നിങ്ങളുടെ NCERTയിലും ഗൈഡിലും എല്ലാം അതിൽ പറയുന്നുണ്ട് ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഉത്തരം പഠിച്ചു വെച്ചാൽ മതി. ഇതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ടെക്സ്റ്റിലുള്ളതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റയിൽ കുറച്ച് മാറുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചിരുന്നാൽ മതി. ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് ആ സ്റ്റേറ്റ് തന്നെ മാർക്ക് ചെയ്യുക. അടുത്തത് പെട്രോളിയം റീജിയൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ ഉണ്ട്. ഡിഗ്ബോയ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഓയിൽ റിഫൈനറീസ് കൊച്ചി, കേരളത്തിലെ കൊച്ചി കാണാൻ സാധിക്കും. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്തത് മേജർ പോർട്സ് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് NCERT ടെക്സ്റ്റിന്റെ സെയിം മാപ്പാണ്. രാജാ സൻസി ഇന്റർനാഷണൽ എയർപോർട്ട് അമൃത്സർ പഞ്ചാബിൽ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ചിലപ്പോൾ ഈ സ്റ്റേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെല്ലാമാണ് എയർപോർട്ട് എന്ന് ചോദിക്കും. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് എന്ന് പറയുന്നത് കൽക്കട്ട പോർട്ടാണ്. അതുപോലെ തന്നെ മുംബൈ പോർട്ടിൻ്റെ പേര് ഛത്രപതി ശിവജി പോർട്ട് എന്നാണ്. അതുപോലെ തന്നെ ചെന്നൈ പോർട്ടിൻ്റെ പേര് മീനമ്പക്കം പോർട്ട് എന്നാണ്. അങ്ങനെ ഓരോ പോർട്ടല്ല, മീനമ്പക്കം എയർപോർട്ട്. അപ്പോൾ ഓരോ എയർപോർട്ടിനും ഓരോ പേരുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാൻല പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും, ടൈഡൽ പോർട്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് പോർട്ടുകളും അതുപോലെ തന്നെ എയർപോർട്ടുകളും ഇത് കാണാൻ സാധിക്കും. ഇനി വേൾഡ് ടെക്സ്റ്റിൽ ഇതിപ്പോൾ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കാറില്ല, പക്ഷെ മാപ്പ് തന്നിട്ട് ഈ പറഞ്ഞ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം കൊടുത്തിട്ടുള്ളത് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ടെക്സ്റ്റ് അല്ല, നമ്മുടെ വേൾഡ് ടെക്സ്റ്റിൽ നിന്ന് പാർട്ട് ഫസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വേൾഡ് മാപ്പിൽ നിന്നുള്ള ഇതിപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു മാപ്പ് തന്നിട്ട് ഇതിൽ കണക്റ്റിംഗ് പ്ലേസസ് ചിലപ്പോൾ മാത്രം കൊടുത്തിരിക്കും. എന്നിട്ട് ഏത് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ ആണ് തന്നിട്ടുള്ളത് എന്ന് ചോദിക്കുക. അതിൻ്റെ സവിശേഷതകൾ എഴുതാനും അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് ട്രാൻസ് സൈബീരിയൻ ആണ്, റഷ്യയുടെ മാപ്പാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. പിന്നെ എവിടം വരെയുണ്ട്? വ്ളാഡിവോസ്റ്റോക്ക് വരെ ഉണ്ട്. അപ്പോൾ സ്ഥലങ്ങളുടെ പേരൊന്ന് അറിഞ്ഞിരിക്കുക. കണക്റ്റിംഗ് പ്ലേസസ്, ഓക്കെ, കണക്റ്റിംഗ് പ്ലേസസ് പഠിക്കേണ്ട, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ട്രാൻസ് കനേഡിയൻ റെയിൽവേ ആണ്. സ്റ്റാർട്ടിംഗ് വാൻകൂവർ ആണ്, എൻഡിങ് ഹാലിഫാക്സ് ആണ്. ഹാലിഫാക്സ് ഇവിടെ കാണാൻ സാധിക്കും. അറ്റ്ലാന്റിക് കോസ്റ്റിൻ്റെ അവിടെ ഹാലിഫാക്സും സ്റ്റാർട്ടിങ് അങ്ങ് പസഫിക് കോസ്റ്റിൻ്റെ അവിടെ വാൻകൂവറും. ട്രാൻസ് കനേഡിയൻ റെയിൽവേ. ഇത് ട്രാൻസ് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റൽ റെയിൽവേ ആണ്. ഇന്ത്യൻ ഓഷൻ കോസ്റ്റിൻ്റെ അവിടെ പെർത്തും പസഫിക് ഓഷൻ്റെ അവിടെ നിങ്ങൾക്ക് സിഡ്നിയും കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണാൻ സാധിക്കും. ഇത് ട്രാൻസ് ഓസ്ട്രേലിയൻ റെയിൽവേ ആണ്. അപ്പോൾ ഇത്രയുമാണ് മാപ്പുകൾ നമുക്കുള്ളത്.
ഇന്ത്യയുടെ ടെക്സ്റ്റിൽ നിന്നാണ് കൂടുതലും മാപ്പ് വർക്കുള്ളത്. ഇതിൽ നിന്ന് ഇപ്പോൾ വേൾഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഏത് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ ആണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ ചാപ്റ്ററിൽ നിന്ന് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും മാപ്പുകൾ ചോദിച്ചിട്ട് ഈ ഏതെങ്കിലും ഒരു ഷെയ്ഡഡ് റീജിയൻ തന്നിട്ട് അതിനകത്ത് മാപ്പുകൾ ഉണ്ടല്ലോ, വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറും കാണപ്പെടുന്ന സ്ഥലങ്ങളുടെ വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇപ്പോൾ മെഡിറ്ററേനിയൻ ഒരു റീജിയൻസിലൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇപ്പം കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റെയറിങ്, അങ്ങനെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ മാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതിൽ നിന്നിപ്പം ഷെയ്ഡ് ചെയ്യാനൊന്നും ചോദിക്കൂല, പക്ഷെ മാപ്പ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ആണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ് കോണ്ടിനെന്റൽ എന്തായാലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. മാപ്പ് തന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുക. പക്ഷെ അടയാളപ്പെടുത്താൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കൂല, അത് ഇന്ത്യയുടെ പാർട്ടിൽ നിന്നേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ മാപ്പും ഒന്ന് ജസ്റ്റ് നോക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മാപ്പുകളും റിപ്പീറ്റ് വന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിശോധിച്ച് ഔട്ട്ലൈൻ മാപ്പ് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായി എക്സാമിന് മാർക്ക് ചെയ്യാൻ പറ്റൂ. ഫുൾ മാർക്ക് ഇനി സ്കിപ്പ് ചെയ്യേ വേണ്ട. കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പോട് കൂടി തന്നെ മാപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 4 മാർക്സ് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. സോ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഔട്ട്ലൈൻ മാപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക്